ഇത് കണ്ടോ, നമ്മളിപ്പോൾ അതാണ് നിൽക്കുന്നത് ദർഗയുടെ ഫ്രണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ദർഗ. അപ്പോൾ ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് സെറ്റായി. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് 1.5 ദിവസം കൊണ്ട്. ഇത് മുഹബത്ത് കാ സർബത്ത് അല്ലേ? ഇത് എടാ നീ ഇതെന്താ മാർബിളിന്റെ കട്ടയാ? ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതാ ഇന്ന് നിൽക്കുന്നത് അജ്മീറിലാണ്. നമ്മൾ ഇന്നലെ രാത്രി അജ്മീർ എത്തിയായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടൽ മൂൺ സ്കൈ അല്ലേ? കാര്യം രാത്രിയില്ല ഞങ്ങൾ വന്നിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തൊന്നും ടെൻ്റ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് കണ്ടോ, ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴികൾ മൊത്തമൊക്കെ. ഇനിയിപ്പോൾ നമ്മളെന്തായാലും നേരെ രാവിലെ അജ്മീറിലോട്ട് പോവാണ്. അജ്മീറിൽ നമുക്ക് ദർഗയിലോട്ട് പോയിട്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങളെ പറ്റിയിട്ട് കാണാം. ആദ്യം ഞങ്ങൾ വല്ലതും പോയി കഴിക്കട്ടെ, ഭക്ഷണം കഴിക്കട്ടെ, വിശക്കുന്നു. വേണ്ട, ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടാണ് ഈ വഴികൾ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വണ്ടികൾ പോകാറുണ്ട്. അതെ, പശുമ്പൊക്കെ കണ്ടോ, എന്ത് അതെ, നോക്കിയാണ്ട് പോകുന്ന അടുത്തത്. ഇങ്ങനെയുള്ള വെറും കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴികളാണ്. അങ്ങോട്ടങ്ങോട്ട് ചെല്ലുന്നതോറും വഴിയൊക്കെ ഇടുങ്ങിയാണ് വരുന്നത്. പോകുന്ന വഴിയെല്ലാം നിറയെ ഒരുപാട് കടകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എല്ലാം തുറന്നൊക്കെ വരുന്നതേ ഉള്ളൂ. ഡ്രസ്സാണല്ലോ കൂടുതലും കാണാൻ പറ്റും. നോക്കി, പല വെറൈറ്റീസ് ഉള്ള ടൈപ്പിലുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതേപോലെ തന്നെ കൊണ്ട് ഇടുങ്ങിയ പ്ലേസ് ആണെങ്കിലും കണ്ടേ, ഇവിടെ ഒരു അമ്പലമാണിത് വേണ്ട. അതേപോലെ സ്റ്റേഷനറി ഷോപ്പും ഒരുപാട് കാണാൻ പറ്റുന്ന ഡ്രസ്സിൻ്റെയാണ്. വേണ്ട, ഇവിടെ മെയിനായിട്ടുള്ള നമ്മൾ പറയില്ല പട്ടത്തിൻ്റെ പരിപാടിയൊക്കെ മെയിനായിട്ട് കാണാൻ പറ്റും. പിന്നെ വേണ്ടേ സുജൂത് ചെയ്യാനുള്ള മാറ്റ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളെല്ലാം വിൽക്കുന്ന ഒരുപാട് കടകൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ വഴികളൊക്കെ ഇങ്ങനെയാണ്, വലിയ പ്ലേസ് ആണ് അല്ലേ മൊത്തം. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സൈക്കിളിലും കൊണ്ടുപോയില്ലായിരുന്നു, അത് വിടാണ്ട് ബൈക്കിലാണ് ഇവിടെ ഗ്യാസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഹോണടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തിനിങ്ങനെ ഹോൺ അടിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ? ഇത് മാന്യം, ശരി, മാന്യമായിട്ട് ഹോൺ അടിക്കുന്നവർ തെറ്റില്ല. അടിച്ചോണ്ടേയിരിക്കുക, അങ്ങ് പ്രസ് ചെയ്ത് വെക്കുക, അവിടെ നിന്ന് മാറുന്നില്ല. ഞങ്ങളിത് ഇന്നലെ വന്നപ്പോൾ കണ്ടുപിടിച്ചാണ്. ഇവിടെ ഒരു മലയാളി ഹോട്ടലുണ്ട്, ബർക്കത്ത്. എന്തായാലും വിചാരിച്ച് ഏറ്റവും അവസാനം വന്നെത്തിയത് ഇവിടെ തന്നെ എത്തി അല്ലേ? ഗൂഗിള് നോക്കിയപ്പോൾ ഇങ്ങനൊരു സ്ഥലം കാണിച്ചു തന്നു. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലെ ഭക്ഷണം കുറച്ച് കഴിച്ചു. ഇനി എന്തായാലും പോയി രാവിലത്തെ ഭക്ഷണം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ? ഇവിടെ വരുന്നവർ ശ്രദ്ധിച്ചോളൂ, ബർക്കത്ത് ഇതാണ് കേട്ടോ ഹോട്ടല്. ഇതാണ് നമ്മുടെ മലയാളി ഹോട്ടലാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചു. ഇക്ക പേരെന്തൊക്കെ? സലീം. എവിടുന്നേക്കാ? ഞാൻ തലശ്ശേരി. അതല്ലേ? ഓക്കെ. അപ്പോൾ ദോശയൊക്കെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുക, മസാല ദോശയൊക്കെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മസാല ദോശ മാത്രമല്ല, എല്ലാ ഐറ്റംസും കിട്ടും. ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി, ചോറ് വേണ്ടവർക്ക് ചോറ്, അങ്ങനെ എല്ലാ വെജ് നോൺ വെജ് എല്ലാ ഐറ്റംസും വേണേലും നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഓർഡർ അനുസരിച്ച് ചെയ്തും കൊടുക്കും അല്ലേ? ചെയ്തും കൊടുക്കും. പിന്നെ ട്രെയിനിലൊക്കെ പോകുന്നവർക്ക് പാക്ക് ചെയ്ത് സെറ്റാക്കി കൊടുത്തു വിടുകയും ചെയ്യും. അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇത് ദർഗയിലേക്ക് കൊടുക്കാനുള്ള പൂവ് ഇത് എന്താ പറയുന്നത്, പൂവൊക്കെ ഉള്ള ഒരു തട്ട് പോലുള്ള ഇതൊക്കെയാണ്. ഇതാണ് ഇവിടുന്ന് മേടിച്ച് അതൊക്കെ കൊണ്ട് കൊടുക്കാനൊക്കെ പറ്റും. ഇവിടെ നോക്കി അത്തറിൻ്റെ ഷോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സ്വീറ്റ്സ് സ്വീറ്റ്സ് ഇവിടുത്തെ മെയിനാണ്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ദർഗയുടെ ഫ്രണ്ടിലത്തെ എൻട്രൻസ് ഗേറ്റിലാണ്. ഇതിപ്പം 4-ാം നമ്പർ എൻട്രൻസ് ഗേറ്റ് ആണ്. നമ്മളിതാ ഇതുവഴി അകത്തോട്ട് പോകാം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും പോകാം. ആദ്യം ഇങ്ങോട്ട് കയറാനാണ് ഇവിടുന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് അകത്തോട്ടേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അകത്തോട്ട് എത്തിയതാ ഇവിടെ ഇങ്ങനെ ഷോപ്പുകളാണ് ഈ ഒരു സൈഡിൽ കാര്യങ്ങളിലെല്ലാം. ഇവിടുന്ന് നേരെ അകത്തോട്ട് പോകാം. നമുക്ക് ഉള്ളിൽ വീഡിയോ അലൗഡഡ് അല്ല, അതുകൊണ്ട് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഓക്കെ, എല്ലാം ഇങ്ങനെ അകത്തേക്ക് കൊടുക്കാനുള്ള പൂക്കളുടെ കൊട്ടകളൊക്കെയാണ് കൂടുതലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് മലയാളീസ് വരുന്നൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ തന്നെ ഒരുപാട് പേരെ കണ്ടല്ലേ? ഒരുപാട് മലയാളീസ് വരുന്നുണ്ട്. എല്ലാ മതക്കാരും ഇവിടെ നിസ്കാരത്തിന് വേണ്ടി ഇരിക്കാം, അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കാം. നമ്മളെ ദർഗയുടെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ നമുക്കത് ഇങ്ങനെ എന്തായാലും പറയാൻ കറക്റ്റായിട്ട് തൊപ്പിന്ന് എനിക്കറിയാം. അല്ല, ഇതിൻ്റെ കറക്റ്റ് നെയ്മെന്താ?
തൊപ്പി തന്നെ അല്ലേ പറയാ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഞങ്ങൾ രണ്ടുപേരും ഓരോ തൊപ്പി വാങ്ങിയിട്ടുണ്ട്. തൊപ്പി വെച്ചിട്ട് വേണം അതോട്ട് കയറാൻ. ഞങ്ങൾ ആദ്യം ഇതൊന്ന് വെക്കട്ടെ. അപ്പോൾ ഇത് ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് സെറ്റായി. ഇനി ഞങ്ങൾ അതോട്ട് കയറി പ്രാർത്ഥിച്ചിട്ട് വരാം അല്ലേ? സെറ്റ്. അതേപോലെ തന്നെ അടക്കം നിസ്കരിക്കണ്ടോ? അത് നിസ്കരിക്കാൻ വേണം. അപ്പം ഇപ്പൊ തന്നെ ഇവിടെ നല്ല തിരക്കുണ്ടല്ലേ? നല്ല തിരക്കാണ്. ഇപ്പൊ നമ്മൾ ബാഗും കൂടി എടുത്തിട്ട് വന്നിട്ട് കഴിഞ്ഞാണ്. പ്രത്യേകിച്ച് എന്റെ ബാഗല്ലേ. എന്റെ ബാഗ് കൊണ്ട് പിന്നെ ആൾക്കാർക്ക് നടക്കാനേ പറ്റില്ല. എന്നെ തട്ടിട്ട് ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ വഴി കൂടെ പോലും നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ശുദ്ധിയാവേണ്ടത്. അന്നേരം നമ്മൾ ശുദ്ധിയാവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പം എന്തേ ചെറുക്കം പോയി ശുദ്ധിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയി അതോട്ട് കയറാം അല്ലേ? നമുക്ക് അതോട്ട് കയറാം. ഇതാണ് കേട്ടോ നമ്മുടെ ദർഗ. ഇതിനകത്തൂടെ ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കയറേണ്ടത്. പക്ഷേ നമുക്ക് ഒരുപാട് പേര് അവിടെ പൂത്തറ്റും പട്ടുമൊക്കെ ആയിട്ട് പോകുന്നത് നമുക്ക് കാണാം. പക്ഷെ നമുക്ക് അകത്തോട്ട് കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റൂല. അകത്ത് കയറാൻ പറ്റും, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അകത്തോട്ട് കയറി വീഡിയോ എടുക്കാൻ പറ്റാത്തത്. കണ്ടേ എന്ത് തിരക്കാന്ന് നോക്കിയാൽ ഓരോരുത്തരും അവിടെ അകത്തോട്ട് കയറി പോകുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളിത് ദർഗയിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് നമുക്ക് ഒരാളിനെ, ഒരു കമ്പനിക്കാരനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അവിടെ പുള്ളി ഒരു റൈഡറാണ്. ജാസിൽ എന്നാണ് പേര്. കോഴിക്കോട് അല്ലേ? കോഴിക്കോടാണ് സ്ഥലം. ഇപ്പം നേപ്പാളൊക്കെ ഒന്ന് റൈഡ് അടിച്ചിട്ട് വരുന്ന വഴി അല്ലേ? റൈഡ് അടിച്ച് വരുന്ന വഴി. ഞങ്ങൾ ദർഗയിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് നിസ്കാരം കഴിഞ്ഞാട്ടെ ചെറുക്കൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന വഴിക്ക് ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നതാണ് ആള്. അപ്പോൾ ഞങ്ങൾ മലയാളികളുടെ ഒരു പ്രത്യേകത ഉണ്ട്. മലയാളം എവിടെ കേട്ടാലും അവിടെ അബ്സോർവ് ചെയ്യാന്നുള്ളത്. അതേ നമ്മളിതാ ഇപ്പം ഈ കാണുന്നതാണ് ഇവിടുത്തെ വലിയ ഉരുളി അല്ലേ? അതായത് ഈ കാജ ഉണ്ടായ സമയത്ത് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഫുഡ് വെച്ചു. കാരണം കാജ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടി ഫുഡ് വെച്ച പാത്രമാണ് ഇതല്ലേ? വെക്കുന്നുണ്ടോ ഫുഡ്? ഇതിന്റെ ചെറിയൊരു പൈപ്പാണ് അവിടെയാണ് ഫുഡ് വെക്കാറ്. അവിടെയാണല്ലേ? അപ്പോൾ നമ്മൾ അവിടെ കാണുന്നത് അവിടെയാണ് ഇപ്പം ഫുഡ് വെക്കാറ്. നേരത്തെ ഉണ്ടായിരുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വലിയ ഉരുളി. നമ്മുടെ നിരവധി പേരിനകത്ത് നേർച്ച, അരി, ധാന്യങ്ങളല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമർപ്പിക്കാറുണ്ട് കേട്ടോ. ഇതിന്റെ പിന്നിലൊരു ചരിത്രം ഉണ്ടല്ലേ? എക്സാക്റ്റ് ആയിട്ട് ഞാനും കേട്ടിട്ടുണ്ട്, എക്സാക്റ്റ് ആയിട്ട് അറിയില്ല. എന്നിരുന്നാലും ഒരുപാട് ചരിത്രങ്ങൾ അടങ്ങുന്ന ഒരു മണ്ണിലാണ് നമ്മളിപ്പോൾ ചവിട്ടി നിൽക്കുന്നത്. അത് വലിയ പീസ്ഫുൾ ആണ്. അതെ, വളരെയധികം പീസ്ഫുൾ ആണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങി. ഇനി അടുത്ത നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ജിന്നു മസ്ജിദ് ഉണ്ട്, ജിന്നുപള്ളിയുടെ അടുത്തോട്ടേക്കാണ് പോകുന്നത്. ഇതെല്ലാം ഫുഡിന്റെ സ്ട്രീറ്റുകളാണ് ഈ സൈഡ് ഫുള്ള് കേട്ടോ. പിന്നെതാ നമ്മളിതാ ഇവിടുന്ന് നേരെ കയറി അകത്തോട്ട് പോവുക. ഇതൊക്കെ നോക്കിയേ, എല്ലാ ടൈപ്പ് ഫുഡ് ഐറ്റംസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടത് നോക്കി, ഫുള്ള് ഫുഡിന്റെ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഫുള്ള് എല്ലായിടവും ഫുഡിന്റെ സെക്ഷൻ ആയിരിക്കും. അപ്പുറം എല്ലാ ഹോട്ടലുകളാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഇത് നോക്കിയേ, ഈ വഴി ഫുള്ള് തിക്കും തിരക്കാണ്. അവിടെ അപ്പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുത്തരം അവിടെ വെയിറ്റ് ചെയ്യുക. ഇറങ്ങി ഇങ്ങനെ നോക്കി നമ്മളവിടെ നിൽക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മളിത് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഫുള്ള് സ്വീറ്റ്സിന്റെ സെറ്റപ്പുകളൊക്കെ ആണ്. ഈ ഒരു സൈഡിൽ ഫുള്ള് സ്വീറ്റ്സ്. ഈ വഴിക്കോ തന്നെ ഫുള്ള് സ്വീറ്റ്സിന്റെ പരിപാടികളാണ്. ഇപ്പുറത്തെ കണ്ട ഹൈദരാബാദി ബിരിയാണി അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് ബിരിയാണീസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും കേട്ടോ. അജ്മീറിനുള്ളിലേക്കുള്ള മെയിൻ എൻട്രൻസിന്റെ ഭാഗത്തുള്ള തിരക്ക് നോക്കിയേ. ഇതാണ് അജ്മീറിലേക്ക് വരാനുള്ള മെയിൻ എൻട്രി. ഇവിടെ മൊത്തം എപ്പോഴും ആളാണ്. റോഡിന് നല്ല വീതി ഉണ്ടെങ്കിലും പക്ഷേ ആ റോഡിന്റെ വീതിയെക്കാട്ടിലും ഇതിലെ ഫുള്ള് തിരക്കായിട്ടാണ് ആൾക്കാർ നടക്കുന്നത്. അത്രയ്ക്ക് തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ വരുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സാധനങ്ങൾ അവനോട് തന്നെ സൂക്ഷിക്കുക. നല്ല തിരക്കായതുകൊണ്ട് തന്നെ പല സാധനങ്ങളും നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഒരുപാടാണ്. പിടിച്ചുപറിക്കാനും മോഷണമൊക്കെ ഒരുപാട് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് റൂം പോലും എടുത്തത്, ടെൻ്റ് അടിക്കാണ്ട്. ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കുന്ന ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം അല്ലേ? എന്നെക്കാളും എക്സ്പീരിയൻസ് ആണ്. നേപ്പാളൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചേട്ടൻ ഒന്നായിട്ടായിരിക്കും. ഈ 3 മാസം ഇറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് 15 ദിവസം അതേ ഉള്ളേ അല്ലേ? അതാണ് വിഷയം. പക്ഷേ സ്ഥലങ്ങൾ കുറെ കവർ ചെയ്തു. ഞാൻ 3 മാസം കൊണ്ട് ചേട്ടൻ ബൈക്കിൽ പോകുന്നു, ഞാൻ നടന്നു പോകുന്നു. 4ാമത്തെ പ്രാവശ്യമല്ലേ വരുന്നത്. അതുകൊണ്ട് അത്ര ഒരു എക്സ്പീരിയൻസ് ഇവിടെയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആളുടെ കൂടെ പോകാൻ പറ്റുന്നുണ്ട്. നമുക്ക് അത്ര നല്ലൊരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും അറിയാനും പറ്റും.
അപ്പൊ ഇതാ നമ്മളിപ്പോ ഇനി പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡൈദിൻക ചോപ്ര അല്ലേ? 1.5 ദിവസം കൊണ്ട് ജിന്നുണ്ടാക്കിയ പള്ളി. അപ്പൊ നമ്മള് ജിന്നുണ്ടാക്കിയ ജിന്ന് പള്ളിയിലോട്ടാണ് ഇനി അടുത്ത് പോകാൻ പോകുന്നത്. ഇനി ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വഴി ഒന്ന് ചോദിച്ച് കണ്ടെത്തട്ടെ. ഇവിടെ എല്ലാം ഏകദേശം ഇതുണ്ടോ, ഇങ്ങനെ ഒരേപോലെ ഇരിക്കുന്നുണ്ട്. ഏത് വഴിക്ക് പോകണമെന്നുള്ളത് കൺഫ്യൂഷനാണ്. അത് ഇവിടെ വന്നാൽ പെട്ടുപോകും. അപ്പോൾ നമ്മൾ വഴി കണ്ടുപിടിച്ച് നേരെ ചോദിച്ചു പോവുക. നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ നേരം കുറേ നേരെ എന്ന് പറയാൻ തുടങ്ങിയിട്ടില്ലേ? ഞങ്ങൾ നേരെ പൊക്കോണ്ടിരിക്കുന്നത്. എവിടെ എത്തുമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഇതുവരെ എത്തിയില്ല ഞങ്ങൾ അവിടെ വരെ. എല്ലാവരോടും ചോദിക്കുന്നത് ഇച്ചിരിയേ ഉള്ളു ഒരു കയറ്റം കയറി ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ കയറ്റം ഇതുവരെ എത്തിയിട്ടില്ല. അതാണ് ഹൈലൈറ്റ്. അപ്പം എന്തേ ആ നേരെ കാണുന്ന ഞാൻ തോന്നുന്നു നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ഡൈദിൻക ചോപ്രയുടെ കവാടം. അങ്ങനെയാണെങ്കിൽ ഇതാണ് അതിൻ്റെ കവാടമെങ്കിൽ നമ്മൾ എത്തിയെന്ന് ഉറപ്പ് വരുത്താം. ഇല്ലെങ്കിൽ ഇനി നടക്കേണ്ടി വരും. അപ്പോൾ അതേ ഡൈദിൻക ചോപ്ര നമ്മൾ കണ്ട എൻട്രൻസ് ഇതിൻ്റെ തന്നെ ആയിരുന്നു കേട്ടോ. ഇതാ ഇവിടുന്ന് അകത്തോട്ട് കയറുന്നതാണ് ഡൈദിൻക ചോപ്രയിലോട്ട് പോകാനുള്ള വഴി. നമ്മളെന്തായാലും ഇതാ അകത്തോട്ട് കയറാനായിട്ട് പോവാം അല്ലേ? ഡൈദിൻക ചോപ്രയുടെ മെയിൻ കവാടത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പടികൾ കയറി നമ്മൾ മുകളിലെത്തി. ആ കവാടം കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മുടെ ജിന്നുണ്ടാക്കിയ ജിന്ന് പള്ളി നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാനും ഇന്നേരം കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയി കാണാം. എപ്പോഴത്തെ പോലെ തന്നെ അതാണ്ട് നമ്മുടെ ഇതിൻ്റെ കവാടവും മേക്ക് ചെയ്തേക്കുന്ന സാൻഡ് സ്റ്റോണിൽ തന്നെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല ഒരു കൊത്തുപണികളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറി ബാക്കി എന്താണ് വിശേഷം എന്നുള്ളത് അകത്തോട്ട് കയറി കാണാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അപ്പം എന്തേ നമ്മൾ ഈ കാണുന്നതാണ് 1.5 ദിവസം കൊണ്ട് ജിന്നുണ്ടാക്കിയ നമ്മുടെ ജിന്ന് പള്ളി. പക്ഷേ ജിന്നുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാലും ശരി അടിപൊളി പള്ളി അല്ലേ? ഒരു രക്ഷയില്ലാത്ത പള്ളി, അന്യായ കൺസ്ട്രക്ഷൻ. ഇതാണ് ഈ പള്ളിയുടെ ഒരു സ്ട്രക്ചർ. നമുക്ക് അകത്തോട്ട് കയറി ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അകത്ത് ചെന്നിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. അകത്ത് ഇതേ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് അന്നേരത്തെ ഇത് ഈ തൂണിൻ്റെ ഒക്കെ മുകളിൽ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറബിയിൽ എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചേപ്പോണ്ട്. ഖുർആൻ വചനങ്ങളായിരിക്കാം ഒരു പക്ഷേ, അറിയില്ല. ഈ എഴുതി വെച്ചിരിക്കുന്നത് അത്യാവശ്യം ഖുർആൻ വചനങ്ങളാണല്ലേ? അപ്പം അതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചറിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഈ പില്ലറുകളിലെല്ലാം തന്നെ അങ്ങെല്ലാമായിട്ടും ഇങ്ങനെ തന്നെ ഒരുപാട് വചനങ്ങൾ എഴുതി വെച്ചേപ്പോണ്ട് കേട്ടോ. അതേപോലെ തന്നെ അകത്തെ പില്ലേഴ്സുകളാണെങ്കിലും നോക്കിയാൽ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് നോക്കിയാൽ. അന്യായ ബ്യൂട്ടി തന്നെ അല്ലേ? ഇതൊക്കെ ജിന്നുണ്ടാക്കിയത് തന്നെയാണെന്ന് ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കൂടെ? അടിപൊളി അന്യായ കൺസ്ട്രക്ഷൻ, അത്രയ്ക്ക് നല്ല മേക്കിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇത് തന്നെ നോക്കിയാണ് അകത്ത് അവിടെ നോക്കുമ്പം അവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ ഉള്ളിലോട്ടൊരു ഇത് ചെയ്തപ്പോൾ ഉണ്ട്. പിന്നെ ജിന്നുപള്ളിയുടെ ഇവിടുന്ന് ഓപ്പോസിറ്റ് അങ്ങോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു മലനിരകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കൈയും കാര്യങ്ങളും എല്ലാം കാണാം. അതേപോലെ തന്നെ അങ്ങ് മുകളിലൊരു പള്ളിയാണല്ലോ ഉള്ള ഒരു പള്ളിയും കാണാൻ പറ്റും കേട്ടോ നമുക്ക് മുകളിൽ. അതേപോലെ തന്നെ നമ്മുടെ ഈ ജിന്ന് പള്ളി നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1192 CE ആ ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഈ ജിന്ന് പള്ളി നിർമ്മിച്ചിരുന്നത്. ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് പഴക്കം ചെന്ന ഒരു പള്ളികളിൽ ഒന്ന് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ടുള്ള ഈ ഒരു ജിന്ന് പള്ളി. അതുപോലെ തന്നെ അജ്മീർ ദർഗയിൽ വരുമ്പോൾ ഒരുപാട് പേര് അറിയാതെ പോകുന്ന ഒരു പള്ളിയാണിത്. മസ്റ്റായിട്ടും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. കൃത്യമായിട്ടുള്ള വഴി ചോദിച്ച് ഗൂഗിൾ മാപ്പിലൊന്നും നോക്കിയാൽ കിട്ടിയെന്ന് വരില്ല. കാര്യം എല്ലാം ഗല്ലിനടക്കമുള്ള വഴിയാണ്. വഴികളെല്ലാം കണ്ട ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ നമുക്ക് നമ്മുടെ ഈ ജിന്ന് പള്ളിയുടെ മുന്നിൽ എത്താൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അജ്മീർ പള്ളി വന്ന് വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റായിട്ട് ഇവിടെ കൂടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം. അതേപോലെ ഇതൊക്കെ നോക്കിയാൽ നമ്മുടെ വുഡ് കൊണ്ടുള്ള പരിപാടിയാണ് അവിടെ. കൂടുതലും ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഐറ്റംസ് ആണ് കൂടുതൽ വുഡ് കൊണ്ടുള്ളത്. അതുകൊണ്ട് പീരങ്ങയൊക്കെ സെറ്റപ്പ് ചെയ്തേക്ക് നോക്കി വളരെ അടിപൊളി. നമ്മുടെ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന സാധനം ഇത് മാർബിൾ ഡൈറ്റ് ആണ് കേട്ടോ. അതേപോലെ ഇതെല്ലാം മാർബിൾ ഡൈറ്റാണ്. ചപ്പാത്തി പലക മാർബിളിന്റെ ചപ്പാത്തിയുടെ തടി, അത് തടി തന്നെ. ഇതൊക്കെ നോക്കിയേ വണ്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ട്രാക്ടറൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നോക്കിയാൽ തടി കൊണ്ടുള്ള അടിപൊളി അല്ലേ? ചെപ്പ് കാര്യങ്ങൾ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ.
ഇവിടൊക്കെ മാരേജിന് കൂടുതലും ഈ ഐറ്റംസ് ആണെന്ന് തോന്നുന്നല്ലേ യൂസ് ചെയ്യുന്നത് അല്ലേ ശിവല്? നമ്മള് വെച്ചാലേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജ്വല്ലറീസ് എല്ലാം എനിക്ക് തോന്നുന്നു കേരളത്തിലായിരിക്കും. അതെ, കേരളത്തിലെ സ്വർണ്ണം എന്ന് പറഞ്ഞാല് ഇതാ മറ്റേ പ്രാന്ത ആൾക്കാർ വരും. അതെ, ഇവിടെ നോക്കി ഇവിടുത്തെ എല്ലാ കല്യാണത്തിനും യൂസ് ചെയ്യുന്ന ഇമിറ്റേഷൻ ഐറ്റംസ് ആണ് തോന്നുന്നു. അതെ, കൂടുതൽ അങ്ങനെ ഇതാണ് അവര് ലോ കോസ്റ്റ് ആണ്, കണ്ട അടിപൊളി ഭംഗിയാണ്. കല്യാണത്തിൽ വെച്ചാൽ നല്ല തളങ്ക. അതെ, തിളങ്ങിക്കുക അതേ ഉള്ളൂ. ഇതാകുമ്പോ ഇവിടുന്ന് വാങ്ങാൻ എടുത്തിട്ട് സെറ്റപ്പ് തീർന്നത്. ഇത് അജ്മീറിൽ വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഇതാണ് ഇവിടുത്തെ മെയിൻ സ്വീറ്റ്സ് ഐറ്റംസ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ഈ അജ്മീറിലൊക്കെ വന്നിട്ട് പോകുന്നവർ മെയിനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേര് അറിഞ്ഞൂടാ, പക്ഷെ സംഭവം ഇതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. സ്വീറ്റ്സ് ഐറ്റംസ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു വിഭാഗക്കാരാണ് ഈ നോർത്തിലോട്ട് വരുന്നതും എല്ലാം കാണാൻ പറ്റുന്നത്. എടാ നീ ഇതെന്താന്ന് പറഞ്ഞാൽ മാർബിളിന്റെ കട്ടയാ? ശരിക്കും എന്താ ഐറ്റം എന്ന് പറഞ്ഞ കുന്തിരിച്ചു. ഇത് മുഹബത്ത് കാ സർബത്ത് അല്ലേ? ഇത് ഡൽഹിയിലാണല്ലേ സ്പെഷ്യല്? അതെ, പക്ഷെ അതുകൊണ്ട് ഇപ്പൊ രാജസ്ഥാനിൽ വേണ്ടി സാധനം മുഹബത്ത് കാ സർബത്ത്. അങ്ങനെ ഞങ്ങള് 2 മുഹബത്ത് സർബത്ത് മേടിച്ചു. എങ്ങനെയുണ്ട് ശിവലി? മുഹബത്ത് പോകുന്നുണ്ടോ ആരോ ഡൽഹി? വേണ്ട, ചേട്ടനുണ്ട്. ചേട്ടൻ പിന്നെ ഡൽഹിയിൽ നിന്ന് ഓൾറെഡി കുടിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടോ? ഇത് സെയിം അല്ലേ? അടിപൊളി. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഒരു മുഹബത്ത് ആർക്കായാലും 30 രൂപ അല്ല റേറ്റ്? 4 ഓക്കെ. ഇങ്ങണ്ട് അടിപൊളി സാധനം അല്ലേ? കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. ഒട്ടും തിരക്കില്ല കേട്ടോ. ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് പാറി പറന്ന് പോവാം. അതെ, മറിഞ്ഞു വീഴൂല എങ്ങും. ആരെങ്കിലും ദേഹത്ത് തട്ടി എവിടെയെങ്കിലും നിന്നോളൂ. നിന്ന് ഇരിയുള്ള സ്ഥലമില്ല. ഇത് നോക്കിയ എന്താ അവസ്ഥ? അപ്പൊ ദേ ഇതാണ് കേട്ടോ നമ്മള് രാവിലെ കയറിയ ദർഗയിലേക്കുള്ള മെയിൻ എൻട്രൻസ്. ഇതായിരുന്നു. നമ്മൾ 4-ാം നമ്പർ ഗേറ്റിൽ കൂടെ അല്ല കയറിയ. ഇതാണ് മെയിൻ എൻട്രൻസ്. കൊള്ളാല്ലേ? അടിപൊളി.